ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ PSC എക്സാമുകളിൽ പൊതുവെ ചോദിച്ചു കണ്ടിട്ടുള്ള വൃത്തങ്ങൾ അഥവാ സർക്കിൾ എന്ന ടോപ്പിക്കുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഒരു വൃത്തത്തിൻ്റെ ആരം 6 യൂണിറ്റ് ആയാൽ അതിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? അതിനൊരു സമവാക്യമുണ്ട്, 2πr എന്നാണ്. വിസ്തീർണം കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം πr² ആണ്. ഇവിടെ പൈൻ്റെ വാല്യൂ 22/7 ആണ് നമ്മൾ എടുക്കാറ്. 14 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് എത്ര? ഇവിടെ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് 14 സെൻറ്റിമീറ്റർ ആണ്. ആരം തന്നു കഴിഞ്ഞാൽ വൃത്തത്തിൻ്റെ ചുറ്റളവ് എങ്ങനെയാണ് കാണുക? അതിനുള്ള സമവാക്യം 2πr ആണ്. അപ്പോൾ ഇവിടെ റേഡിയസ് 14 ആയതിനാൽ 2 ഇൻറ്റു പൈൻ്റെ വാല്യൂ എത്രയാണ് കൊടുക്കുന്നത്? 22/7. ഓക്കെ, 22/7 ഇൻറ്റു 14, 14 എന്ന് വരും. 14 ഹരിക്കണം 7 എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2 ഇൻറ്റു 22 ഇൻറ്റു 2 എന്ന് വരും. 2 ഇൻറ്റു 2 4 ആണ്. 4 ഇൻറ്റു 22 88 ആണ് ആൻസർ വരിക. 10 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ത്? അപ്പോൾ അവിടെ റേഡിയസ് അഥവാ ആരം എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്. 6 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിനുള്ളിൽ ഉൾക്കൊള്ളാൻ സാധിക്കുന്ന ഏറ്റവും വലിയ സമചതുരത്തിൻ്റെ വിസ്തീർണം എന്ന് പറയുന്നത് 2r² ആയിരിക്കും. ഈ ഒരു സമവാക്യം ഓർത്തു വെക്കുക. 2r² എന്നായിരിക്കും എന്ത്? അത്രയും വിസ്തീർണമായിരിക്കും ആ സമചതുരത്തിന് ഉണ്ടാവുക. അപ്പോൾ 2 ഇൻറ്റു നമ്മുടെ റേഡിയസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ആണ്. അപ്പോൾ 2 ഇൻറ്റു 10² എന്ന് വരും. 10² എത്രയാണ്? 100 ആണ്. അപ്പോൾ 2 ഇൻറ്റു 100 എന്ന് വരും. 2 ഇൻറ്റു 100 200, 200 സെൻറ്റിമീറ്റർ സ്ക്വയർ ആയിരിക്കും ആ ഒരു സമചതുരത്തിൻ്റെ വിസ്തീർണം വരിക. 7 സെൻറ്റിമീറ്റർ ആരമുള്ള ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം എന്ത്? ഇവിടെ വൃത്തത്തിൻ്റെ ആരം r എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്റർ ആണ്. വൃത്തത്തിൻ്റെ വിസ്തീർണം കണ്ടുപിടിക്കുന്നതിനുള്ള സമവാക്യം എന്തായിരുന്നു? πr² ആണ്. പൈയുടെ വാല്യൂ 22/7 ആണ്. റേഡിയസ് എത്രയാണ്? 7 ആണ്. അപ്പോൾ 7² എന്ന് വരും. 22/7 ഇൻറ്റു 7². 7² എങ്ങനെ എഴുതാം? 7 ഇൻറ്റു 7 എന്ന രീതിയിൽ എഴുതാം. അങ്ങനെ ആകുമ്പോൾ ആ 7ഉം 7ഉം ക്യാൻസൽ ചെയ്ത് പോകും. ബാലൻസ് എന്താണ് ഉണ്ടാവുക? 22 ഇൻറ്റു 7 ആയിരിക്കും. 22 ഇൻറ്റു 7 എത്രയാണ്? 154, 154 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് എന്ത്? ഈ ഒരു വൃത്തത്തിൻ്റെ വിസ്തീർണം നമുക്ക് കിട്ടുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്